ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് നല്ല ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞ മത്തിയാണ്, ഇതാ കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ മോരൊഴിച്ചിട്ടാണ്, നല്ല നാടൻ മോരൊഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് മുറിച്ച് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പ് വേണം, കറിവേപ്പില, പിന്നെ അതിന് ഏറ്റവും ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളി, പിന്നെ 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിന് വേണ്ടുന്ന അരപ്പ് നോക്കാം. അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ എടുത്തത് നല്ല നാടൻ മോരാണ് കേട്ടോ, കുടുംബശ്രീയുടെ വകയിലെ മോരാണിത്. നല്ല പുളിയില്ല മോരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരപ്പെല്ലാം ഈ മോര് കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം. മീൻകറിക്ക് വേണ്ടിയുള്ള അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി എരിഞ്ഞതും, ഒരു തക്കാളി നീളത്തിൽ മുറിച്ചതും, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 പിഞ്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാം ഒരുമിച്ചാണ് ഞാൻ അരച്ചത്. അപ്പോൾ ഇനി നമ്മൾക്ക് മോരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പുളിക്കനുസരിച്ചിട്ട് മോര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ മത്തി കഷ്ണമെല്ലാം ഉടയാണ്ട് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യത്തിനുള്ള മോരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോര് കൂട്ടി വെക്കുന്നതായതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോരൊഴിച്ച് വെക്കുന്ന കറി പ്രത്യേകം തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ കൂട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മൾക്കതിന് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ മോരിൻ്റെ പുളിക്ക് കണക്കായിട്ട് നമ്മൾക്ക് ഈ കറിക്ക് ഉപ്പ് നിൽക്കണം. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് കുറഞ്ഞ തീയിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ തേങ്ങ കൂട്ടിയിട്ട് കറി ഏറ്റവും ആദ്യം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിരുന്നു. അത് ഇപ്പം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ വറ്റിക്കണ്ട. അപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറുന്ന സമയത്ത് അതൊരു പാകമായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഇത് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മൾക്ക് കറിയിലേക്ക് വറുത്തിടേണ്ട സാധനം കടുക്, 1/4 ടീസ്പൂൺ കടുക്, 2-3 ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും വറവിട്ടത് നമുക്ക് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു മോരൊഴിച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാത്തവരെല്ലാം ചെറിയ കുഞ്ഞ മത്തി കിട്ടിയാൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളരെ ചെറിയ മത്തി ആയിരിക്കണം ഇതിന് മോരൊഴിച്ച് വെക്കാൻ എടുക്കേണ്ടത്. വലിയ നെയ്മത്തിയൊന്നും എടുക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.